ന്യൂ ആൻഡ് ഫ്രഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു അയിലപ്പാറ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് നമ്മളിത് വറുക്കണത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഫസ്റ്റ് നമുക്ക് മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഇത് നമ്മൾ എടുത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, കുരുമുളക്, ഗരം മസാല, ഉപ്പ്, നാരങ്ങനീര്, മല്ലിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ. ഇത് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഈ മീനിൻ്റെ പേര് ആദ്യം പുരട്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ മസാല പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് വെച്ചിട്ട് നമുക്ക് വറുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളി, തക്കാളിയൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മീനാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിടാം, ലേശം ഉലുവിടാം, കടുകും ഉള്ളിലൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. അതേപോലെ തക്കാളി ആഡ് ചെയ്യാം. ഇത് കുറച്ച് കസൂരി മേത്തിയാണ്. ഒരു തേജുപത്തയുടെ ഇല ഇടാം, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കുക. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് നേരത്തെ നമ്മൾ മീനിലേക്ക് കൂട്ടിയ മസാല ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിയാണ്. ഇത് ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്യാം. നുള്ളു മതി. അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇതിൽ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മീനിടാം. അപ്പോൾ നമ്മൾ ഒന്ന് വ്യത്യസ്തമായ രീതിയിലാണ് മീൻ പൊള്ളിച്ചെടുക്കുന്നത്. സാധാരണ എല്ലാവരും ഇലയിലാണ്. ഞാൻ ഇപ്രാവശ്യം എന്താ വെച്ചാൽ നമ്മുടെ പാള, എല്ലാവർക്കും അറിയുണ്ടാവും, കവുങ്ങിൻ്റെ പാളയിലാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മീൻ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ കുറച്ച് അടിയിൽ അപ്ലൈ ചെയ്യണത്. നമുക്ക് കുറച്ച് മസാല ഇടാം. നമുക്കിതിലേക്ക് മീൻ ഓരോന്നായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ
മസാലകളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാക്ക് ചെയ്യാൻ പോണത് വേറെ ഐറ്റം കൂടി എടുക്കേണ്ടത് കൂമ്പാള എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. അതായത് നമ്മുടെ ഈ പാള ആവണതിൻ്റെ മുന്നത്തെ പ്രോസസ്സിംഗ് ആണ് കൂമ്പാള എന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പറയുക. ഒരു ഇളം പച്ച നിറത്തിൽ മഞ്ഞ കൂടി കളർന്നിട്ടുള്ളതാണ്. അധികം കനമൊന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ പാക്കിങ്ങിന് മേൽഭാഗം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് അസലായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ചട്ടിയിലാണ് നമ്മൾ ചൂടാക്കണത്. അപ്പോൾ നന്നായിട്ട് പൊക്കൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് അതിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി ചൂട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നല്ല ചൂടാണ്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മക്കൾക്ക് ഇത് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം എങ്ങനെയാന്ന് നോക്കാം. അടിപൊളിയാ. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. ചെറിയ ഉണ്ണിമാവയ്ക്ക് എരിവില്ലാണ്ട് വറുത്തൊക്കെയാണ്. മീമി എങ്ങനെയുണ്ട്? അടിപൊളിയാ? അതിൽ നോക്കി പറയും അടിപൊളി പറയും. ഇങ്ങനെയാണ്.